ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ശരിയാണ് കേട്ടത്. വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു പരാജയമല്ല. അല്ലാതെ വിവാഹമോചനം നേടിയവരെല്ലാം ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. വിവാഹമോചനം എന്ന് പറയുന്നത് മനസ്സിന് ശക്തിയും ബലവും ഉള്ളവരെടുക്കുന്ന ഒരു തീരുമാനമാണ്. അതല്ലാത്തവരാണ് ആയുഷ്കാലം മുഴുവൻ വിവാഹമോചനം താല്പര്യമുണ്ട്, പക്ഷേ സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ കുടുംബക്കാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ പേടിച്ചിട്ട് നമ്മൾ ലൈഫ് മുഴുവൻ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവോഴ്സ് ആവാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്കുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മുന്നിലുള്ളത് കൊണ്ടാണല്ലോ ഡൈവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തിയത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് മുന്നിലേക്ക് തന്നെ പോവുക. ഡൈവോഴ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ശക്തിയും നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ പാരമ്യതയിലെത്തുമ്പോഴാണ് അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത്. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഡൈവോഴ്സ് എന്നുള്ളൊരു കാര്യം തിരഞ്ഞെടുത്ത് അത് മുന്നോട്ട് പോയിട്ട് വിജയിപ്പിക്കുന്നവർ. അവരൊരിക്കലും പരാജിതരല്ല. എന്തുകൊണ്ടാണ് വിവാഹമോചനം നല്ലതാണ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, മാനസികമായിട്ട് വളരെ സമാധാനം കിട്ടും. നിങ്ങളിപ്പോൾ വിവാഹമോചനം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ലൈഫിനെക്കാട്ടിലും എന്തുകൊണ്ടും ഡബിളോ ട്രിപ്പിളോ ആയിട്ട് മനസ്സമാധാനത്തിലേക്ക് മാറാൻ പറ്റുന്ന ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. മാനസികമായ സമ്മർദ്ദം, തർക്കം, അശാന്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേർപാട്, ആത്മസമാധാനം ഈ അശാന്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം വേർപെട്ട് കഴിയുമ്പോൾ ഇത്രയും സമാധാനം ഇത്രയും സമാധാനം തന്നല്ലോ എന്നോർത്ത് നിങ്ങൾ ഡൈവോഴ്സിനെ ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് പറയും. ശരിക്കും പറഞ്ഞാൽ ഡൈവോഴ്സ് എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ലൈഫ് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അത് തന്നെ കാര്യം. രണ്ടാമത്തെ കാര്യം, അധികാരപൂരിതമായ ബന്ധത്തിൽ നിന്ന് മോചനം. ഇപ്പം ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിട്ട് മ്യൂച്വലായിട്ട് ഒരു ഡൈവോഴ്സ് ഇതിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുടെ പ്രവർത്തനങ്ങൾ അവരുടെ രണ്ടുപേരുടെയും മാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ശാരീരികമായോ മാനസികമായോ വാക്കുകളിലൂടെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരിക്കലും മറ്റൊരാൾ സഹിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, നിങ്ങൾക്ക് അങ്ങനെ സഹിച്ച് ജീവിക്കണമെന്ന് ഏത് പുസ്തകത്തിലും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ അല്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ, അവിടെ വെച്ച് അത് മാറ്റാൻ ശ്രമിക്കുക. അല്ലാതെ അതിനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ മീൻസ് ശാരീരികമോ മാനസിക വാക്കുകളിലൂടെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള എല്ലാം രക്ഷപ്പെടാനുള്ള നമുക്ക് ശരിക്കും നല്ല നിയമപരമായിട്ട് നീങ്ങാൻ പറ്റുന്ന നല്ലൊരു സോഴ്സാണ്. മൂന്നാമത്, സ്വയം വളരാനുള്ള അവസരമാണ് ഡിവോഴ്സിലൂടെ ഉണ്ടാകുന്നത്. നമുക്ക് ചിലപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടതെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഈ ബന്ധത്തിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് വിഷപരമായ ഈ ബന്ധം നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. പിന്നെ നമുക്ക് ഈ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിരുന്നു ആഗ്രഹിച്ചത് അതിലേക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് പറ്റും. ഈ വേർപാടെന്ന് പറയുന്നത് സ്വന്തം സ്വപ്നത്തിലേക്ക് തിരിച്ചുള്ളൊരു മടക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുട്ടികളെ പ്രതിയാണല്ലോ നമ്മൾക്ക് പിന്നെയും ഡൈവോഴ്സ് ചെയ്യാതെ ഒത്തിരി നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ പ്രത്യേകിച്ചും ഡൈവോഴ്സിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ പ്രതി മാത്രം നമ്മുടെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ലൈഫ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത് ആവശ്യമില്ല. കുട്ടികൾക്ക് ഈ തർക്കങ്ങൾ നിറഞ്ഞ കുടുംബ അന്തരീക്ഷത്തെക്കാളും അവർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ സൗഹൃദമായ, ചിലപ്പം ഡൈവോഴ്സ് കഴിഞ്ഞാലും ഹസ്ബൻഡും വൈഫും കോഓപ്പറേറ്റീവായിട്ട് പിള്ളേരെ നോക്കുന്ന ഒരു ഇതിലേക്ക് എത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും നല്ലത് അത് തന്നെയാണ്. അഞ്ചാമതായിട്ട് പറഞ്ഞാൽ ആശ്രയത്വം മാറ്റി ആത്മവിശ്വാസം. ഇപ്പം നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് രണ്ടുപേരും ആശ്രയിച്ച് ജീവിക്കുമ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് അതങ്ങ് കട്ട് ആൻഡ് റൈറ്റായിട്ട് ഡൈവോഴ്സ് ആയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒന്നും അല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഒരു ആത്മവിശ്വാസം നമുക്കവിടെ ഉടലെടുക്കുകയാണ്. ഇപ്പം ഡൈവോഴ്സ് ആഗ്രഹിക്കുന്നത് ഒരു ഹസ്ബൻഡാണ്. പുള്ളി ശരിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ മോശമായിപ്പോയി. ആ ഒരു കാരണത്താൽ ചിലപ്പം അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ അങ്ങോട്ട് ഡൈവോഴ്സ് ആയേക്കാമെന്ന് വൈഫ് അങ്ങ് തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ കുടുംബക്കാർ ചേർന്നൊരു തീരുമാനം എടുത്തു. നിങ്ങൾ ഡൈവോഴ്സ് കൊടുത്തേക്കണം. അവിടെ നിങ്ങൾ ഡ്രോബാക്ക് ചെയ്യാൻ നിൽക്കരുത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു അവസരമായിരിക്കും. ഒത്തിരി ആണുങ്ങൾക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ട്, മീൻസ് അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണത്തിന് ശേഷം വൈഫിൻ്റെ വീട്ടുകാരല്ലെങ്കിൽ സമൂഹം അവരെക്കുറിച്ച് വിചാരിച്ചിരുന്ന രീതിയിലല്ല അവരുടെ പെർഫോമൻസെങ്കിൽ അവർക്ക് ഡിവോഴ്സ് അവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മർദ്ദം അവരിലേക്ക് വരും. പക്ഷേ അവർ മാനസികമായിട്ട് അങ്ങനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ലായിരിക്കാം.
അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തേക്ക്. ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റ്, ആ ഡൈവോഴ്സ് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മൊമെൻറ്റ്. അതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന എന്തും മീൻസ് നിങ്ങൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാം. അപ്പം നിങ്ങൾ തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു കാരണത്താലാണല്ലോ ഈ ഡൈവോഴ്സ് വന്നത് എന്ന് ചിന്തിച്ച് അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ അകത്തും തന്നെ വരും. അങ്ങനെ ലൈഫ് ഡൈവോഴ്സിന് ശേഷം മിറാക്കിൾ പോലെ ലൈഫ് ചേഞ്ച് ചെയ്ത എത്ര വ്യക്തികളുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഒത്തിരി മീൻസ് കൂടുതലും നമ്മൾ സമൂഹത്തെ നോക്കുക, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരുടെ അവരുടെ വായിൽ നിന്ന് എന്ത് വരുന്നു എന്നതിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ പേഴ്സണലായിട്ട് നമ്മളുടെ ഇന്നർ മൈൻഡിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതല്ല നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഡിവോഴ്സ് കൊടുക്കുന്നത് തന്നെയാണ് എല്ലാം കൊണ്ടും നല്ലത്. അത് നമുക്ക് നല്ലൊരു ആത്മവിശ്വാസമുള്ളൊരു വ്യക്തി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ ഒരു കാര്യം സംഭവിക്കുന്നതോടുകൂടി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ടോട്ടലായിട്ട് ചേഞ്ച് ആവാനും ചിലവരുണ്ട് ഇങ്ങനെ അവർ തന്നെയാണ് തീരുമാനം എടുത്തെങ്കിലും ഡൈവോഴ്സിന് ശേഷം ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോകും. പിന്നെ അവരുടെ ലൈഫ് മുഴുവനായിട്ട് അങ്ങ് ഇല്ലാതായി. അതല്ല ശരിക്കും പറഞ്ഞാൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ നമുക്ക് ഒരവസരം കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇച്ചിരിയും കൂടി നമ്മളെ തന്നെ ഇമ്പ്രൂവ് ആക്കി നമ്മുടെ ബെസ്റ്റ് വേർഷനെ എടുക്കാൻ വേണ്ടി നമുക്ക് മാത്രം. ഈ ഡൈവോഴ്സ് ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാട്ടിലും അധികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലസ് പോയിൻ്റാണ് അവർക്ക് കിട്ടുന്നത്. അവരുടെ ആ ലൈഫിനെ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കി എടുക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണ്ടിട്ട് നമ്മൾ ആരോഗ്യപരമായ ബന്ധങ്ങളും ആത്മീയവും മാനസിക വളർച്ചയും ആരംഭിക്കാനുള്ള പുതിയ വഴിയായിട്ട് ഡൈവോഴ്സിനെ കാണുകയാണ് ചെയ്യേണ്ടത്. പരസ്പര സ്നേഹമോ ആദരവോ ഇല്ലാത്ത ബന്ധം ആത്മാഭിമാനം, നമ്മുടെ ആത്മാഭിമാനത്തിന് എതിരാണ്. അതിൽ കടിച്ചു തൂങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ബുക്കിലും ഒരു മതവും അത് പഠിപ്പിക്കുന്നില്ല. ഈവൻ മതത്തിൽ അത്ര തീവ്രമായിട്ടുള്ള പേരൻസ് ഉള്ളവരായിരിക്കും ചിലപ്പോൾ ആ ലൈഫ് കൊണ്ട് അവരുടെ ദുരിതമാണെങ്കിലും അത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് നോക്കണം. എനിക്ക് ആദരവും സ്നേഹവും ഇല്ലാത്ത ഇതിൽ നിന്ന് തുടരേണ്ട ഒരാവശ്യവും ഇല്ല. എനിക്ക് അവിടെ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനോട് നമ്മൾ കാണിക്കുന്ന മാന്യതയാണത്. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കുടുങ്ങി ലൈഫ് മുഴുവൻ കുളമാക്കുന്നതിലും നല്ലത് അവിടുന്ന് പുറത്തു വരണം എന്നുള്ളത് നമ്മുടെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക. സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അടുത്തത് ഡൈവോഴ്സ് എന്തുകൊണ്ടും സ്വന്തമായിട്ട് ആത്മീയവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ, ദൈനംദിനത്തിൽ തർക്കത്തിലേർപ്പെടുക, അപമാനിക്കുക, നിരന്തരമായ മാനസിക വിഷമം, ഇതെല്ലാം ദീർഘകാലത്തേക്കുള്ള നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ഈ ഡൈവോഴ്സ് കൊണ്ട് ഇതെല്ലാം മാറി നമ്മളൊരു പുതിയ വ്യക്തിയാകാനുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് നടക്കുന്നത്. ഒരു പക്ഷേ 2 പേർക്കും സന്തോഷം കണ്ടെത്താനോ, ഒരാൾക്ക് മാത്രമല്ല 2 പേർക്കും ഹാപ്പി ലൈഫ് തീർച്ചയായും അതൊരു പുതിയ അധ്യായം നിങ്ങളുടെ ലൈഫിലോട്ട് തുടങ്ങുകയാണെന്ന് വിചാരിച്ചാൽ മതി. അത് ഒരിക്കലും 2 പേർക്കും മീൻസ് ഒരാളങ്ങ് സാഡായിട്ട് ഒരാളങ്ങ് നല്ല രീതിയിലും വളരുകയല്ല ചെയ്യുന്നത്. 2 പേരും മനസ്സുകൊണ്ട് തീരുമാനം എടുക്കണം. ഇതെൻ്റെ പുതിയൊരു ലൈഫ്, എനിക്ക് മാത്രം വീണ് കിട്ടിയ ഒരു സുവർണ്ണ അവസരമാണെന്ന് വിചാരിച്ച് നമ്മളതിനെ വിനിയോഗിക്കുക. ഇനിയും വരുന്ന ലൈഫിൽ ഞാൻ എന്നെ പകച്ച് പുറത്ത് ചാടിച്ച, അല്ലെങ്കിൽ ചിലപ്പോൾ 2 പേർക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഒരാൾ തോറ്റവരായിട്ടും മറ്റൊരാൾ ജയിച്ചവരായിട്ടുമാണല്ലോ അതിൻ്റെ ഒരു കൺസെപ്റ്റ് വരിക. അപ്പോൾ ആ തോക്കുന്ന വ്യക്തി അങ്ങ് ഡീപ്പ് മനസ്സിലങ്ങ് വിചാരിക്കുകയാണ് ഞാൻ തോറ്റുപോയി എന്ന് വിചാരിച്ച് ലൈഫിൽ ഒരു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ആരും അവരെ ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല. എല്ലാവർക്കും ആദ്യമൊക്കെ വല്ല സഹതാപവും അതുമൊക്കെ കിട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മനുഷ്യനും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണെന്ന് ചിന്തിക്കണം. നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിനെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഒരാൾക്കും നമ്മളെ തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡൈവോഴ്സ് ചെയ്യുമ്പം 2 പേരും ഒരാൾക്ക് എഗ്രി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഡൈവോഴ്സ് ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോ ഫോർവേഡ്. അതിന് പിന്നെ നമ്മൾ അടച്ചു വെച്ച് ആ പഴയ സ്നേഹം എനിക്കതാണ് ഇഷ്ടം എന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ നമ്മൾക്ക് പുതിയൊരു അധ്യായം വീണ് കിട്ടി. എനിക്ക് എൻ്റെ ലൈഫ് ഒന്നും കൂടെ മീൻസ് എന്താ പറയുക, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, അതെനിക്ക് പെർഫെക്റ്റായിട്ട് ആ സിനിമ സക്സസ് ആയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒരു സിനിമയിലും കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടുകയാണ്. അതാണ് നമ്മുടെ ഡൈവോഴ്സിന് ശേഷമുള്ള ലൈഫ്. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇനി ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അല്ലെങ്കിൽ നിങ്ങളെ ദുഷിച്ച വ്യക്തികൾക്കും കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഡൈവോഴ്സിനെ എടുക്കേണ്ടത്.
പിന്നെ ഈ പ്രണയം നഷ്ടപ്പെട്ട ഒരു ബന്ധമാണല്ലോ ഡൈവോഴ്സ് എന്ന് പറയുന്നത്. സ്നേഹവും പരിഗണനയും ഇല്ലാതെ തുടരുന്ന ബന്ധം വെറും നെയിം സേക്ക്, ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി. അതിൽ നിന്ന് വിട വാങ്ങുന്നത് സ്വാഭാവികമായിട്ടും നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്തോ ആണെന്ന് ധരിപ്പിക്കുക. ആരെയാണ് നമുക്ക് ബോധിപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ചിന്തകളാണ്. ആർക്കും നമ്മൾ ഒരു പ്ലേറ്റിൽ ഭക്ഷണം വെച്ചിരിക്കുന്നത് പോലെ ആർക്കും നമ്മളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. നിനക്ക് സന്തോഷം വേണോ, നീ മനസ്സിൽ വിചാരിക്കും. ഇതിപ്പോൾ നിൻ്റെ മുന്നിൽ എത്രയും വലിയ നിനക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്വർണ്ണമോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡോ കൊണ്ടുവച്ച്, പക്ഷേ നിനക്ക് ഇന്നർ മൈൻഡിൽ നിനക്ക് സന്തോഷമില്ലെങ്കിൽ അവിടെ ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞാൽ നീ സന്തോഷിക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. നിനക്ക് നിൻ്റെ മനസ്സിൽ സന്തോഷം എന്ന് പറയുന്നത് നിൻ്റെ മനസ്സിൽ നിന്ന് നീ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ അനുസരിച്ചല്ല വേണ്ടത്. അപ്പം നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം, അല്ലെങ്കിൽ നീ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടാത്ത ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. അതല്ല ലൈഫ്. നമുക്ക് വേണ്ടാത്തതിന് ചുറ്റിപ്പറ്റി കെട്ടിപ്പിടിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ലൈഫ് എന്തിനു വേസ്റ്റാക്കണം? നമുക്ക് മാതാപിതാക്കൾ വഴി ദൈവം നമുക്കൊരു ലൈഫ് തന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു പണക്കാരൻ്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇടത്തരം വീട്ടിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചില എല്ലാവരെയും പോലെ എന്തൊക്കെയോ കഴിവില്ലെന്ന് വിചാരിച്ചത് കൊണ്ടോ നമ്മുടെ ജീവിതം തീരുന്നില്ലല്ലോ. നമുക്കൊരു ലൈഫ് തന്നിട്ടുണ്ട്. ഏറ്റവും മനോഹരമാക്കി കാണിച്ചു കൊടുക്കണം. അതിപ്പോൾ ഡൈവോഴ്സ് കൊടുക്കാതെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഡൈവോഴ്സ് കൊടുത്തിട്ടാണ് എല്ലാവരും എന്നെ പുറന്തള്ളി എനിക്കാരും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അല്ല. നിങ്ങൾക്ക് നിങ്ങളാണ്, നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് ഈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിലെത്തിക്കുന്നത്. അത് മനസ്സിലാക്കുക. എന്നിട്ട് ഗോ ഫോർവേഡ്, ഡോണ്ട് സ്റ്റോപ്പ് എനിവെയർ. അതെ, അത് തന്നെയാണ്. 90% ഡൈവോഴ്സുകളും ഒക്കെ തീരുമാനമുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ഡൈവോഴ്സിന് അനുകൂലമാണെങ്കിലും സമൂഹത്തെ പേടിയാണ്. ആരാണ് സമൂഹം? നിങ്ങൾക്കൊരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരുമോ? നിങ്ങൾ വീട്ടിൽ കിടന്ന് കഷ്ടപ്പാടാണ്, നിങ്ങൾക്ക് ഒരു ഭാര്യ എന്ന നിലയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മർദ്ദനങ്ങളാണ്, ശാരീരിക പീഡനങ്ങളാണ്. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നാൽ ഞാൻ 2 അടി ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ ഈ സമൂഹം? ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ ബോൾഡായിട്ട് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഒരു പറച്ചിലുകളുണ്ട്. ശരിക്കും ഉള്ളൊരു പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല സ്ത്രീ ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അയാളൊരു പാവപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും അയാളെ മില്യനെയർ ആക്കിയെടുക്കാൻ ആ സ്ത്രീയെ കൊണ്ട് പറ്റും. ഇതുപോലെ തന്നെ ഒരു നല്ല പണമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാൽ അവരുടെ ലൈഫിൽ ഒരു ആഷ്പോഷുള്ള ഒരു ജീവിതത്തിന് മോറൽ വാല്യൂ ഇല്ലാത്ത ഒരു ലേഡി വന്നു കഴിഞ്ഞാൽ ആ മില്യനെയർ സീറോ ആകാനോ അവൾ തന്നെ മതി. എന്ന് പറഞ്ഞ പോലെ ജെൻസിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീയെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി കൂടെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഒത്തിരി ഉയരങ്ങളിലെത്തും. ആ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണെങ്കിൽ ചിലപ്പം സീറോയിൽ നിന്ന് വെറും സാധാരണക്കാരിയായ ഒരു വ്യക്തി പോലും ഒത്തിരി ഉയരങ്ങളിലെത്താൻ പറ്റും. അതല്ല, നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മിടുക്കിയായിട്ട് പഠിച്ച് എല്ലാ കഴിവുകളും ഉള്ള നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ പോലും അവൾക്ക് കിട്ടിയ ഹസ്ബൻഡ് അവളുടെ ഇതുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ അവൾ സീറോ ആയി വെറും ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്ത് പിന്നെ ശരിക്കും ഒരു കാളയെ പോലെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയായി മാറാനും മതി. അതുകൊണ്ട് ഒരു ലൈഫ്, ഒരു കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൂടി വന്നാൽ 4-5 വർഷത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതാണ് എൻ്റെ ബെസ്റ്റ് ലൈഫ് പാർട്ട്ണർ, ഇത് വെച്ച് എനിക്ക് ലൈഫ് മുഴുവൻ സുഖമായിട്ട് പോകാം എന്നുള്ളൊരു ഇത് എത്താൻ അത്രയും വർഷങ്ങൾ പോരെ. അത് ഉപയോഗിക്കുക. അത് അവിടെ ഓക്കെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ട് പോയി 2 പേരുടെയും ലൈഫ് വേസ്റ്റാക്കി കളയരുത്. ചിലപ്പം ഡൈവോഴ്സ് ഇങ്ങനെ ചിലവർ മ്യൂച്വലായിട്ട് കൊടുക്കത്തില്ല, എന്നിട്ട് ഒരാളെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തും. 2 പേരുടെയും ലൈഫാണ് അവിടെ പോകുന്നത്. മ്യൂച്വലായിട്ട് കൊടുക്കാത്തത് കൊണ്ട് എന്താ പറ്റുന്നത്? 10, 15, ഈവൻ 20 വർഷങ്ങൾ പോലും എടുക്കും ഒരു ഡൈവോഴ്സ് പാസ്സായി കിട്ടാൻ. അവിടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് മുഴുവനും വേസ്റ്റായി, നിങ്ങളുടെ 2 പേരുടെയും നല്ല കാലം മുഴുവൻ വേസ്റ്റായി. പിന്നെ എന്തിനാണ് ഡൈവോഴ്സിന്? ഒരാളുടെ സൈഡിൽ നിന്നായിരിക്കുമല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം 2 പേരുടെയും ലൈഫാണ് പോകുന്നതെന്ന് ചിന്തിക്കാതെ ഇങ്ങനെ വാശി കാണിച്ച് ഇങ്ങനെ വലിച്ചു നീട്ടി അങ്ങനെ വേസ്റ്റാക്കി കളയും ലൈഫ്. നമുക്കെല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? മരിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അസുഖമായിട്ട് ഇനി എനിക്ക് സീറോ, ഇനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് കട്ടിലേക്ക് കിടക്കുമ്പോഴാണോ ഞാൻ ജീവിക്കാൻ മറന്നുപോയെന്ന് വിചാരിക്കണ്ടേ? അല്ല. ഞാൻ എല്ലാ ചെറുപ്പക്കാരോടും ഏത് ഡൈവോഴ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം തലയിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഡൈവോഴ്സ് ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന 1, 2, 3 റീസൺ ഉണ്ടാവട്ടെ.
ഫിക്സ് ചെയ്തോളൂ, ഡൈവോഴ്സിലോട്ട് പോവുക. അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ബാക്കി ലൈഫ് കാണിച്ചു കൊടുക്കുക, നിങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക, ഇതിലും ബെസ്റ്റായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നടി, അല്ലെങ്കിൽ ഇതിലും ബെസ്റ്റായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നടാ എന്ന് കാണിച്ചു കൊടുക്കുന്നതിലാണ് നല്ല വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഡൈവോഴ്സ് ഒരിക്കലും മോശപ്പെട്ട കാര്യമാണ് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വേസ്റ്റാക്കി കളയരുതെന്നാണ് എല്ലാവരോടും എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ചിലപ്പോൾ ഡൈവോഴ്സിലൂടെ ചിലപ്പോൾ നമ്മുടെ തന്നെ ആത്മാവിലേക്ക് തിരിച്ചു കയറുകയാണ് നമ്മുടെ അവിടെ ഉറങ്ങിക്കിടന്ന കഴിവുകൾ, അതുവരെ ചിലപ്പോൾ നമുക്ക് ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണെങ്കിലും അവിടെ ഉറങ്ങിക്കിടന്ന കഴിവുകളും നമുക്ക് കിട്ടിയ ആ പുതിയ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് നമ്മൾ പുതിയ ഒരു വ്യക്തിയാവാനുള്ള എല്ലാ കഴിവുകളും നമുക്ക് ഡൈവോഴ്സിലൂടെ കിട്ടുന്നുണ്ട്. സ്വന്തം സ്വപ്നങ്ങളിലോട്ട് തിരിച്ചു പോക്ക്, അതാണ് നമുക്ക് കിട്ടുന്നത് ഡൈവോഴ്സിലൂടെ. മറ്റുള്ളവരുടെ കുറ്റം കേട്ട് അവരുടെ പറയുന്നതെല്ലാം കേട്ട് ഒരിക്കലും ഒരു ലൈഫ് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഡൈവോഴ്സ് എന്ന തീരുമാനം എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പിന്നെ കൂടുതൽ ഡൈവോഴ്സ് ബന്ധങ്ങളിലും കണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾ അതിനുള്ള ഇരകളാവുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും കുഞ്ഞുങ്ങളെ നോക്കാത്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്കപ്പോഴും 99% അമ്മമാരുടെ ചുമതലയായിരിക്കും മക്കളെ നോക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ മക്കൾക്ക് അമ്മയോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അത് ഹസ്ബൻഡുമാർ മുതലാക്കും. അവരെന്ത് ചെയ്യും? ഇപ്പോൾ അമ്മ ഡൈവോഴ്സ് ആയി, ഓക്കെ, മക്കളെ അമ്മയുടെ കൂടെ വിട്ടു. അപ്പോൾ അമ്മ പിന്നെ അവിടെ ലൈഫ് മുഴുവൻ ആ മക്കൾക്ക് വേണ്ടിയാണ് വേസ്റ്റായി. ചിലപ്പോൾ 20, 25, 30 അകത്ത് തന്നെയായിരിക്കും ഡൈവോഴ്സ് നടക്കുന്നത്. എന്നിട്ട് അവരുടെ ലൈഫ് അവർ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ആക്കുക. അവരെ മനസ്സിലാക്കാൻ അവരുടെ വീട്ടിൽ ഈവൻ അവരുടെ പെറ്റ തള്ള പോലും ഉണ്ടാകത്തില്ല. അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക ആ മക്കൾക്ക് വേണ്ടി. എന്നാൽ അവരുടെ ഹസ്ബൻഡോ കല്യാണം ആ ഡൈവോഴ്സായി ചിലപ്പോൾ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് സുഖ ജീവിതമായിരിക്കും. അപ്പോൾ ഇവിടെ തളർന്നു പോകുന്നത് ആരാണ്? ലേഡീസാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത് രണ്ടുപേരുടെയും ഒരുപോലത്തെ ഉത്തരവാദിത്വമായിരിക്കണം. ഇപ്പോൾ 2 മക്കളാണെങ്കിൽ ഒരാളെ ഹസ്ബൻഡ് ഒരാളെ വൈഫും നോക്കട്ടെ, അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അല്ലാതെ എല്ലാ ഭാരം കൂടെ ഭാര്യയുടെ തലയിൽ ഏൽപ്പിച്ച് അവളുടെ സ്ത്രീധനവും തിരിച്ചു കൊടുത്ത് ബാക്കിയെല്ലാം അവളായി അവളുടെ പാടായി, ഇങ്ങനെയല്ല. ഒരിക്കലും അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ലേഡീസ് പോകരുത്. ലേഡീസ് എല്ലാം സഹിച്ച് ക്ഷമിച്ച് അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണെന്ന് ഞാൻ പറയും. ഇന്നത്തെ സാഹചര്യത്തിൽ ബോൾഡായിട്ട് നിൽക്കാൻ ലേഡീസ് കുറച്ചും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലേഡീസിൻ്റെ മുകളിലേക്ക് എല്ലാം കൂടെ ഇടുന്ന ഒരു ഇതല്ല, ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ലേഡീസാണ് അവിടെ ഇത് പാലിക്കേണ്ടത്. ലേഡീസാണ് അവരുടെ കഴിവുകളെ അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഡൈവോഴ്സ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി, അതിൽ ഡൈവോഴ്സ് കൊടുക്കരുതെന്നല്ല, കൊടുത്തിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എന്തുകൊണ്ട് വേറെ കല്യാണം കഴിക്കുന്നില്ല? അവരൊരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങൾ 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ പുതിയ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ച് കാണിക്കണം. എന്തിനു കല്യാണം കഴിക്കാതിരിക്കണം? ഇങ്ങനെ ലൈഫ് വേസ്റ്റ് ആക്കുന്നതാണ് 99% ഡൈവോഴ്സ് കേസിൽ ലേഡീസ് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഡൈവോഴ്സിൻ്റെ പ്ലാനിങ് നടത്തുന്ന ലേഡീസ് ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരത്തിൽ ഇനി പോയി ചാടരുത്. രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ് മക്കളെ നോക്കുക എന്നുള്ളത്. പിന്നെ കല്യാണം കഴിക്കാതെ ലൈഫ് ലോങ് മുഴുവനും സന്യാസിയായിട്ട് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത് ആരും മരിച്ചു പോകുന്നൊന്നും അല്ലല്ലോ. നമ്മളെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു വ്യക്തിനെ നമ്മുടെ ലൈഫിൽ നിന്ന് പറിച്ചു മാറ്റുക, നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പോവുക. അതിനിപ്പം നമ്മുടെ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ എത്ര പേര് നിർബന്ധിക്കും പുതിയൊരു കല്യാണം പുതിയൊരു കല്യാണം. ഞാൻ ലേഡീസിന് വേണ്ടി പറയുന്നത് വെച്ചാൽ ലേഡീസാണ് ഇതിൻ്റെ ഇരകളും ഡൈവോഴ്സ്. അതുകൊണ്ടാണല്ലോ ഡൈവോഴ്സ് വേണ്ടാന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ലേഡീസ് ബോൾഡായിട്ട് തീരുമാനമെടുക്കണം. എൻ്റെ ഡൈവോഴ്സാണ്, അപ്പോൾ ഹസ്ബൻഡിന് എന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നില്ല, ഡൈവോഴ്സിലേക്ക് പോയി ഉടനെ എല്ലാ ഉത്തരവാദിത്വം എൻ്റെയാണ്. എനിക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരെയും ഞാൻ തന്നെ നോക്കി, ഞാൻ തന്നെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ ലൈഫ് അങ്ങോട്ട് കത്തിച്ച് ചാമ്പലാക്കി പിള്ളേർക്ക് വേണ്ടി ഇട്ട് കൊടുത്തേക്കുക. അതല്ല, പിള്ളേർക്കും ലൈഫുണ്ട്. അവരും വലുതാകുമ്പോൾ അമ്മ എന്തിനു കൊണ്ട് കല്യാണം കഴിക്കാതിരുന്നു, ഞങ്ങൾ നോക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പിള്ളേർ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, പണ്ടത്തെ പോലെയല്ല. അപ്പം ലേഡീസ് അവിടെ ബോൾഡായിട്ട് തീരുമാനമെടുക്കുക. ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ 1 ഇയറിനുള്ളിൽ നെക്സ്റ്റ് മാരേജ് കഴിക്കുക, പുതിയ ലൈഫ് ജീവിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുക. അതിപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചാലും ഹസ്ബൻഡ് നിങ്ങളെ ഉപേക്ഷിച്ചാലും അതാണ് ലൈഫ്, ആ സ്പിരിറ്റ്. അതായത് നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അതെന്നു വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങണം. ഇപ്പം ഡൈവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയാവണം. അപ്പം നമ്മൾ കൂടുതൽ ബോൾഡാവണം. സമൂഹം എന്ന് പറയുന്നത് ഒന്നുമല്ല, അവരുടെ ഈ സക്സസ് ആയിട്ടുള്ള ഈവൻ എന്തെങ്കിലും കാര്യത്തിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹം പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ അവർ ഒരിക്കലും ആ സ്റ്റേജിലോട്ട് എത്തത്തില്ല. അത് ജീവിത സക്സസ് ആകട്ടെ, ബിസിനസ് സക്സസ് ആകട്ടെ, എന്ത് സക്സസ് ആകട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ സക്സസ്സും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ അത് ചീത്തയാക്കി കളയാനല്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് തന്നെ റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് ജീവിക്കണം. ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ലേഡീസിനും വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
ഇനി ലേഡീസിന് വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞ് പുരുഷന്മാർ എന്നോട് ദേഷ്യം പിടിക്കണം. പുരുഷന്മാർക്കും ഉണ്ട്, ഒത്തിരി ലേഡീസ് ഉണ്ട്. പുരുഷന്മാർ പ്രധാനമായിട്ടും ഡൈവോഴ്സ് കൊടുക്കുന്നത് ഒത്തിരി അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഒറ്റ ഒരു കാര്യത്തിലാണ് മാക്സിമം മോസ്റ്റ് ഓഫ് ദ പുരുഷന്മാരും ഡൈവോഴ്സിന് വരുന്നതെന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധം. ലേഡീസിൻ്റെ അവിഹിത ബന്ധമാണ് 99% പുരുഷന്മാർ ഡൈവോഴ്സിന് വേണ്ടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ബാക്കി എല്ലാവരും സഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീനെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആരാ പറഞ്ഞത്? ഏത് സമൂഹത്തിനെ നിങ്ങൾ കേൾക്കുന്നത്? അവൾക്ക് അങ്ങനെ പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡുള്ള വ്യക്തിയാണെങ്കിൽ അവരെ പൊതിഞ്ഞു പിടിച്ച് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആക്കേണ്ട പിന്നെ അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂടെ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഡൈവോഴ്സായിട്ട് പോകരുതെന്ന് എനിക്ക് പുരുഷന്മാരോട് പറയണം. അത് ഒരു കുഞ്ഞേ ഉള്ളെങ്കിലും 2 കുഞ്ഞേ ഉള്ളെങ്കിലും ഈവൻ 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവിഹിതം തന്നെ അവിഹിതമായിട്ട് നിങ്ങൾ ഇല്ലിസിറ്റ് റിലേഷനിൽ പോകുന്ന ഒരു ലേഡീസ് ഡൈവോഴ്സ് കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവരുടെ കൂടെ പറഞ്ഞു വിടരുത്. അത് ബോയ്സ് ആകട്ടെ ഗേൾസ് ആണേ, കൊച്ചുങ്ങൾ കൊച്ചാണോ പെൺകൊച്ചാണോ നോക്കേണ്ടതാണ്. അവരുടെ ലൈഫിനെ നിങ്ങൾ അവളുടെ കൂട്ടത്തിൽ തന്നെ മറവ് ചെയ്യുന്ന പോലെ ആയിരിക്കും അത്. സ്വന്തം ഹസ്ബൻഡിനെ വിട്ട് വേറെ വ്യക്തി തേർഡ് പാർട്ടീൻ്റെ കൂടെ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ എന്ത് സ്നേഹമുള്ളത്? അവർക്കൊരു കുടുംബം നടത്താനുള്ള എന്ത് അവകാശമാണുള്ളത്? അപ്പോൾ അവർ എത്രമാത്രം നീതി ആ കുഞ്ഞുങ്ങളോട് പുലർത്തുമെന്ന് നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ലേഡീസിൻ്റെ കൂടെ ആ കുഞ്ഞുങ്ങളെ വിടരുത്. ഇനി ഈവൻ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണമെങ്കിൽ കുഞ്ഞുങ്ങളൊരു ബാധ്യതയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ബോർഡിങ്ങിലോ അനാഥാലയത്തിൽ കൊടുത്താലും കുഴപ്പമില്ല, ആ ലേഡീസിൻ്റെ കൂടെ വിടരുത്. അങ്ങനെ ലൈഫ് മുഴുവൻ ഇല്ലാതായിപ്പോയി ഒത്തിരി കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. പിന്നെ ജെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ, ഈവൻ മാനസികമായിട്ട് അസുഖമുള്ളൊരു ലേഡീസിനെയാണ് കല്യാണം കഴിച്ചത്. കല്യാണത്തിന് ശേഷമാണ് അറിഞ്ഞത്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തെ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമാണ് അതറിഞ്ഞത്. ഉടനെ നമ്മളങ്ങ് സാക്രിഫൈസ് ചെയ്യുക. പിന്നെ എൻ്റെ ലൈഫ് മുഴുവനും ഇതിന് വേണ്ടിയിട്ടാണ്, ഡൈവോഴ്സിന് പോകത്തില്ല. അവിടെ നിങ്ങൾ മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. ആ ഉണ്ടായ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ആ ഡൈവോഴ്സിന് പോവാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് കുളമാവുക ചെയ്യുന്നത്. അവരുടെ ഡൈവോഴ്സ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് വിടുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലാതെ അത് ലൈഫ് ലോങ് മുഴുവൻ ഞാനിതങ്ങ് സഹിച്ചേക്കാം, ഇതൊക്കെ പഴയ പുസ്തകങ്ങളിലോ പഴയ മതത്തിൻ്റേതായ കുറച്ച് ഭയങ്കരമായിട്ട് മതത്തിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്നവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു ലൈഫേ ഉള്ളൂ. എന്തിനും നമ്മൾ മറ്റുള്ളവരുടെ ഭാരം എടുത്ത് നമ്മുടെ തലയിൽ വെക്കണം? നമ്മളല്ലേ തന്നെ നമ്മുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമില്ലാതെ നമ്മളെ ആരാണ്ടൊക്കെ നിർബന്ധിച്ച് ജയിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് കളയുക. അതിപ്പം വൈഫിൻ്റെ ഇല്ലിസിറ്റ് റിലേഷൻ ആണെങ്കിൽ അതിനെ വിട്ടേക്കുക. മാനസിക അസുഖം അത് ഹസ്ബൻഡാകട്ടെ വൈഫാകട്ടെ, അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ മറ്റുള്ളവരെല്ലാം കൂടി ചീറ്റ് ചെയ്തതാണ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് എപ്പോൾ മനസ്സിലായി അപ്പോൾ അവിടെ മുറിച്ചിടുക, ആ കോലൊടിച്ചിടുക. അത് നിങ്ങൾ ഈ ലൈഫ് ലോങ് മുഴുവൻ നിങ്ങളുടെ തലയിൽ ചുമക്കേണ്ട ഒരു പ്രാരാബ്ധം അല്ല. ആരാണ് അങ്ങനെ ഒരു നിയമം ഒരു മതത്തിലും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഒരു കല്യാണം കഴിച്ചു അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതങ്ങ് സഹിച്ച് ജീവിക്കണം. സഹിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളൊരു മന്ദബുദ്ധി അല്ലെങ്കിൽ അവളൊരു മന്ദബുദ്ധിയാണെന്ന് ഞാൻ പറയും. അങ്ങനെ സഹിച്ച് ജീവിക്കാനാണോ നമുക്ക് ജീവിതത്തിൽ ഒരു ഒറ്റ ജീവിതം തന്നിരിക്കുന്നത്? ഇനി മോശമുണ്ട്, നമുക്ക് വേറെ ജീവിതമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ജന്മത്തിൽ വേറെ ആയിട്ട് ജനിക്കും. ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതം, അത് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അത് ഏറ്റവും മനോഹരമാക്കുക, നമ്മളെ കഴിയുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക ലോകത്തിന്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക.